ഹലോ ഗായ്സ്, എൻ്റെ അനിയത്തി ബാംഗ്ലൂരിൽ നിന്ന് വെക്കേഷന് വേണ്ടി വന്നിട്ടുണ്ട്. വന്നത് തന്നെ അവൾക്ക് ഒരുപാട് ലിസ്റ്റുമായിട്ടാണ്. എനിക്ക് അത് വേണം, ഇത് വേണം, ഇവിടെ പോകണം, അവിടെ പോകണം, എനിക്ക് കുറേ ഫുഡ് കഴിക്കണം, അങ്ങനെ അവൾക്ക് ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ടായിരുന്നേ. അപ്പം ഞാനും അമ്മയും അനിയത്തിയും കൂടി ഇന്ന് അതിലൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവാണേ. ഞാൻ ബസ്സിനാണ് പോകുന്നത്. അമ്മയും അനിയത്തിയും അവിടുന്ന് ബസ്സിൽ കയറിയിട്ട് എനിക്ക് ബസ്സിന്റെ പേരൊക്കെ പറഞ്ഞു തന്നു. ശരത്തൻ എന്നെ സ്റ്റോപ്പിൽ കൊണ്ടാക്കിയിട്ട് അങ്ങ് പോയേ. പണ്ടും കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ബസ് അടുത്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് നെഞ്ചിൽ ടപ്പട്ടപ്പ അങ്ങ് ഇടിക്കും. അതുപോലെ ഇത്തവണ അങ്ങ് ഇടിച്ചു. 4.5 വർഷമായിട്ട് ഞാൻ ബസ് കയറിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. എനിക്ക് കയറിയപ്പോൾ സീറ്റ് കിട്ടില്ല. ഞാൻ പെട്ടിപ്പുറത്താണ് കയറിയിരുന്നത്. പിന്നെ പണ്ട് തൊട്ടേ നമ്മളിവിടെ പെട്ടിപ്പുറത്തും ആ കാണുന്ന ഉണ്ട പോലത്തെ സാധനത്തിന്റെ മുകളിലൊക്കെ ഇരുന്ന് ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചാടി കയറി പെട്ടിപ്പുറത്തിരുന്നു. ആൾക്കാർ എനിക്ക് പോയപ്പോഴത്തേക്ക് എനിക്ക് വിൻഡോ സൈഡ് സീറ്റ് കിട്ടി. സത്യത്തിലെ വിൻഡോ സൈഡ് കിട്ടണ്ടാന്ന് എനിക്ക് തോന്നി. കാരണം എന്റെ മുടി എന്റെ വായിലും മൂക്കിലും കണ്ണിലും അപ്പുറം ഇരിക്കുന്ന ചേച്ചിയുടെ മൂക്കിലും വായിലും കണ്ണിലും വരെ കയറി. അങ്ങനെ ഞങ്ങൾ ഇടപ്പള്ളിയിലുള്ള സ്വയംവരയിലെത്തിയേ. സത്യത്തിൽ നട്ടപ്പൊരിയ വെയിലത്ത് നിന്ന് സ്വയംവരയിലേക്ക് കയറിയപ്പോഴത്തേക്കും എന്താശ്വാസമായിരുന്നു എന്നറിയാമോ. അവൾ ഒരു ലോഡ് ഫോട്ടോസും ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താ വന്നത്. കുറേ റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ഒപ്പിച്ച് ലാസ്റ്റ് സാരിയൊക്കെ കൺഫേം ചെയ്ത് ഞങ്ങൾ ബ്ലൗസിന്റെ തുണി എടുക്കാനായിട്ട് ചെന്നേ. അപ്പം നോക്കിയപ്പോൾ അമ്മേനെ കാണാനില്ല. അമ്മ വാങ്ങിക്കാൻ പറ്റാത്ത ഡ്രസ്സ് നോക്കി അവിടെ ഇവിടെയൊക്കെ നടക്കുകയായിരുന്നു. ലാസ്റ്റ് അമ്മേനെയും കൂട്ടി ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പം പനിക്കൂർക്കയുടെ വെരിഗേറ്റഡ് വേരിയന്റ് ഞാൻ കണ്ടു. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പനിക്കൂർക്കയുടെ വെരിഗേറ്റഡ്? വെരിഗേറ്റഡ് പനിക്കൂർക്ക കിട്ടിയല്ലോ. അടിച്ചു മാറ്റിയതൊന്നുമല്ല. പിന്നെ അല്ല, അടിച്ചൊക്കെ മാറ്റും. പിന്നെ അങ്ങനെയല്ലേ നമ്മള് ശരിക്കും റിയൽ പ്ലാൻ ലവേഴ്സ്. അങ്ങനെയാ, എവിടെ കണ്ടാലും പൊക്കും. എന്നിട്ട് ഈ കണ്ട വെയിൽ കൊണ്ട് അതിന്റെ ക്ഷീണം മൊത്തം തീർക്കാൻ വേണ്ടിയിട്ട് നേരെ ശരവണ ഭവനിൽ പോയി നല്ല അടിപൊളി സദ്യ അങ്ങ് കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവിടുത്തെ ഊണ്. എപ്പോൾ ചെന്നാലും വേറെ വേറെ വെറൈറ്റി കറികൾ അവർ തരും. ഇന്നും അടിപൊളി ഒരു സദ്യയായിരുന്നു കഴിച്ചത്. എനിക്കൊരു പപ്പടം വെച്ച്, എനിക്ക് പപ്പടം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഒരു പപ്പടം മതി. എന്നിട്ട് എൻ്റെ പപ്പടം അമ്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഞാനും അമ്മയും ചോറുണ്ടാൻ തുടങ്ങി. മായയ്ക്ക് ചോറൊന്നും വേണ്ടാന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് വയറ് നിറയെ കഴിച്ചുകൊണ്ടാണ് വന്നത്. അതുകൊണ്ട് ചോറൊന്നും വേണ്ടാന്ന് പറഞ്ഞേ. മേടിച്ചു കൊടുത്തിട്ട് അപ്പൊ എന്ത് പറയും? അനിയത്തിക്ക് ഷേക്ക് മതി എന്ന് പറഞ്ഞു. പയറ്, അച്ചാറ്, നെല്ലിക്ക അച്ചാറ്, പിന്നെ ഇതിൽ പുളിയുണ്ടോ, കുറച്ച് മോര്, കുറച്ച് സാമ്പാർ, ഉള്ളി. ഇതെന്താ? എങ്ങനുണ്ട്? നല്ലുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ? നീ പോയി പറഞ്ഞു നോക്ക്. നീ ഷേക്ക് കുടിച്ചാൽ മതി. എനിക്ക് മര്യാദയ്ക്ക് പറഞ്ഞല്ലേ. നിങ്ങൾക്ക് അങ്ങനെ ഓരോരോ വാ വെച്ച് തരും. ഇല്ല, എന്റെ ചോറ് പറയും, ഞാൻ തരില്ല.